നമസ്കാരം. അനിട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിലും കുടുംബപരമായിട്ടൊക്കെ തന്നെ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം, കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് സാമ്പത്തികമായുള്ള പുരോഗതി, സ്ഥാനമാനങ്ങൾ ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ജൂൺ മാസം മുതൽ ഇനി ഒരു വർഷത്തേക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. ഉദ്ദേശിച്ച പോലെ സ്ഥാനക്കയറ്റം ലഭിക്കുകയില്ല എന്ന ധാരണ പലരിൽ നിന്നും ഈ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം ആശങ്ക വർദ്ധിക്കും. എന്നാൽ ആശങ്കയുടെ ആവശ്യമില്ലെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴിയും എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിച്ചാൽ എല്ലാം ശുഭകരമാകും എന്ന നിർദ്ദേശങ്ങൾ ഈ ഒരു മാസത്തിൽ സ്വീകരിക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ജോലി ഉപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖല ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ തീർത്തും ഒരു വർഷത്തേക്കോ ഒഴിവാകുന്നത് നന്നായിരിക്കും. ജോലി ഉപേക്ഷിച്ച് മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കുന്നവർക്കും അത്ര ഗുണകരമല്ലാത്തതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കാം, വന്നു ചേരുന്ന അവസരത്തെ സ്വീകരിക്കാം. അതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. കുടുംബജീവിതത്തിൽ സ്വല്പം വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ പുതിയ തലമുറയിലുള്ളവരുടെ അനൈക്യത കാരണത്താൽ മാറി താമസിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് നന്നായിരിക്കും. മറ്റു ചിലർക്ക് ഉദ്യോഗസ്ഥലത്തിനോടനുബന്ധമായിട്ട് യാത്രാക്ലേശം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടുവാനിടയുണ്ട്. പലപ്പോഴും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മധ്യസ്ഥതയ്ക്ക് സ്വയമേവ തയ്യാറാവേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ യാത്രാക്ലേശം വർദ്ധിക്കും. ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ഒരു മണിക്കൂറെങ്കിലും ഒരു വിഹംഗവീക്ഷണം ജോലിപരമായിട്ട് വേണ്ടിവരും. ഒരുപക്ഷെ ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ വിഹംഗവീക്ഷണം ചെയ്താലും മതി. എന്നിരുന്നാൽ പോലും ചുമതലകൾ വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നതിന്റെ സാരം. നിരവധി കാര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ചില കാര്യങ്ങളെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവിചാരിതമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക്, ഉന്നത പദവിയിലുള്ളവർക്ക് അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും കുട്ടികളുടെ പഠനം പൂർത്തീകരിക്കുക, ഉപരിപഠനത്തിന് വേണ്ടി പണം ചെലവാക്കുക എന്ന സങ്കല്പത്തിന് വേണ്ടിയിട്ട് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഒരു പക്ഷേ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് കുടുംബാംഗങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് പണിതായിട്ടുള്ള ഗൃഹത്തിൽ താമസിപ്പിച്ചും കൊണ്ട് ജോലി സ്ഥലത്തിനോടനുബന്ധമായി താമസിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കാൻ ഇടവരും. വിദേശത്തേക്ക് ജോലിക്കോ ഉപരിപഠനത്തിനോ ശ്രമിക്കുന്ന പലർക്കും പ്രാരംഭത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതിൽ നിരസിക്കപ്പെടുവാനിടയുണ്ട്. ശ്രദ്ധക്കുറവ് കൊണ്ട്, പൂർണ്ണതയില്ലാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും പിന്നീട് പുനഃസമർപ്പണത്തിന് ഒരുപക്ഷെ കാലതാമസവും ഉണ്ടാകുവാനിടയുണ്ട്. ഒരുപക്ഷെ ഇനി ഓഗസ്റ്റ് മാസത്തിന് ശേഷമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും വേണ്ടതാണ്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം വിട്ടുപോകുവാനിടയുണ്ട്. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളും നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമൊന്നുമില്ല എങ്കിലും മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുവാൻ സാധ്യതയുണ്ട്. ജോലി ഉപേക്ഷിച്ച്
അനന്ത സാധ്യതകളുള്ള ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ചിലർക്ക് 1 കൊല്ലത്തെ പാഠ്യപദ്ധതി ആയിരിക്കാം. എന്നിരുന്നാൽ ചിലർക്ക് 2 കൊല്ലത്തെ ആഗോള അംഗീകാരമുള്ള പാഠ്യപദ്ധതി ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗുണകരമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാഠ്യപദ്ധതിക്ക് ചേരുന്നത് നല്ലതുമാണ്. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും ഇതിന്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധന വേണ്ടി വരുവാൻ ഇടയുണ്ട്. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ചു പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ ഇടവരും. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായിട്ട് ലഭിക്കാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനിടയുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ജോലി നഷ്ടപ്പെടുന്നതിന്റെ വെളിച്ചത്തിൽ മറ്റ് പല ജോലികൾക്കും അപേക്ഷകളൊക്കെ നൽകുമെങ്കിൽ പോലും 1 വർഷത്തേക്ക് തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കാൻ സാധ്യതകൾ കുറവാണ് എന്ന നിർദ്ദേശം സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. നിക്ഷേപ സമാഹരണ യജ്ഞം ഈ മാസത്തിലും പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന്റെ വെളിച്ചത്തിൽ കാര്യകാരണങ്ങളെല്ലാം തന്നെ ഉടമസ്ഥരെ രേഖാപരമായിട്ട് ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. ജൂലൈ, ഓഗസ്റ്റ് എന്നീ മാസകാലങ്ങളിൽ പുണ്യതീർത്ഥയാത്രകൾക്ക് തയ്യാറാകുവാനിടയുണ്ട്. ഒരുപക്ഷെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും സമൂഹമായിട്ട് നടത്തുന്ന ആരാധനാലയ ദർശനമായിരിക്കാം. പങ്കുചേരുവാൻ തീരുമാനിക്കുവാനും വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് സ്വല്പം ആശങ്ക വർദ്ധിക്കുമെങ്കിലും പണം മുതൽ മുടക്കില്ലാത്ത കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനും അത് സമയബന്ധിതമായിട്ട് മാത്രമേ ചെയ്തു തീർക്കേണ്ടതുള്ളൂ എന്ന ധാരണയോടുകൂടി ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. ചികിത്സ ഫലിക്കുന്നത് വഴി തൊഴിൽ മേഖലകളിൽ വ്യാപൃതനാവാൻ സാധ്യത കാണുന്നു. നഷ്ടസാധ്യതകളെ വിലയിരുത്തി പുതിയ കരാർ ജോലികളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ കീഴ്വഴക്കം മാനിച്ച് മേലധികാരി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഈ 1 മാസം മാത്രമല്ല, ഇനി 1 വർഷത്തേക്ക് കൂടുതൽ പ്രയത്നം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ ഈ ഒരു ചുമതലകൾ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. സ്വന്തം പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള തൊഴിൽ ചെയ്യുവാനും തൊഴിൽ മണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനും തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുക മാത്രമല്ല, ഇതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പലരിൽ നിന്നും സദ്നിർദ്ദേശങ്ങൾ വന്നു ചേരുവാനും അവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ സ്വന്തം നിലയിൽ ജോലി എന്നുള്ളതിലുപരി കുറച്ചു പേർക്ക് ജോലി കൊടുക്കുക എന്ന സങ്കല്പത്തോടുകൂടി പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. എന്നാൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുകയുമുള്ളൂ. ഇതാണ് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചാണെങ്കിൽ പോലും ഭാവിയിലെ ലക്ഷ്യപ്രാപ്തി നല്ലോണം മനസ്സിൽ കരുതി മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം ഏതൊക്കെ വിധത്തിലുള്ള ശാസ്ത്രീയ വശങ്ങളും പ്രലോഭനങ്ങളാണെങ്കിൽ പോലും 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഇനി പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വല്പം മനസ്സിന് സമാധാനക്കേട് ഉണ്ടാവും. മറ്റുള്ളവർക്ക് അലോഗ്യമായി തീരുവാനിടയുണ്ട്. അതൊന്നും സാരമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം നിലനിൽപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ജോലി ഉപേക്ഷിച്ച് മറ്റു ജോലികൾക്ക് അപേക്ഷിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും
പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ചിലർക്ക് കുടുംബാംഗങ്ങൾ ജോലി ചെയ്യുന്നതിനാൽ അഥവാ ജീവിത പങ്കാളി ജോലി ചെയ്യുന്നതിനാൽ അവിടെ മാസങ്ങളോളം തുടരുവാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. താൽക്കാലികമായിട്ടുള്ള ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരമുണ്ടാവും. എന്നാൽ മറ്റു ചിലർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കുവാനും മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് യാത്രയ്ക്കും സാധ്യത കാണുന്നതുമുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ അഹോരാത്രം പ്രവർത്തിക്കാനുള്ള അവസരം, അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ അഹോരാത്രം പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷെ സ്വന്തം നിലയിൽ അത്ര നേട്ടമൊന്നുമില്ലെങ്കിലും പ്രസ്ഥാനത്തിന് വളരെ ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ ജൂൺ മാസത്തിൽ എല്ലാ പ്രകാരത്തിലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. ശനി ഞായർ എന്നീ ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ ഒരു സാഹചര്യങ്ങൾ ഇനി ഒരു വർഷത്തേക്ക് വേണ്ടിവരും എന്ന ധാരണ മുൻകൂട്ടി തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവര് മാസത്തിന്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. ജൂൺ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം. അമിത വേഗതയുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള വാഹന ഉപയോഗമൊക്കെ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുമാണ്. സുദീർഘമായുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ അവസരം വന്നു ചേരും. പരമപ്രധാനമായുള്ള വിഷയങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും അവലംബിക്കുകയും പ്രവർത്തന തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് ഒരു പക്ഷെ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കുവാനും ഇടയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കഠിന പ്രയത്നം വേണ്ടി വരുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വേണ്ടിവരും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. കരാറ് ജോലിയിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനും എന്നാൽ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ഏറ്റെടുക്കുന്ന കരാർ ജോലികളുടെ ഉപവിഭാഗം ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നതുമാണ്. സുരക്ഷിതത്വമില്ലാത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സമ്മാന പദ്ധതികളിൽ പരാജയം വന്നു ചേരുവാനിടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. മറ്റു ചിലർക്ക് പകർച്ചവ്യാധിയോ സാംക്രമിക രോഗങ്ങളോ ജീവിതശൈലി രോഗങ്ങളോ വന്നു ചേരുവാനും 1-2 ദിവസം അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അച്ഛന് പല പ്രകാരത്തിലും അരിഷ്ടതകളും അസുഖങ്ങളും ആശുപത്രിവാസവും വേണ്ടി വരുവാനിടയുള്ളതുകൊണ്ട് അന്യദേശത്ത് താമസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയുണ്ടെങ്കിൽ പോലും അതൊന്നും വേണ്ടിവരികയില്ല. ഇങ്ങനെയുള്ള ആധിയെല്ലാം ഒഴിവാക്കി വളരെ സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ എല്ലാം ഏറെക്കുറെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലോ എന്ന് തോന്നലുകളുണ്ടാവും. എന്നാൽ പരാജയം തന്നെയായിരിക്കും അന്തിമ നിമിഷത്തിൽ ഫലമുണ്ടാവുക. ജീവിതഗതിക്ക് മാറ്റങ്ങൾ വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുമെങ്കിലും അഹോരാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഇടവരുകയുള്ളൂ. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹകരണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വികസിത രാഷ്ട്രത്തിലെ ഭാഷാ പഠനത്തിന് തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടവരും.
പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് അവസരങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ പലപ്പോഴും പലർക്കും ജോലി ഉപേക്ഷിക്കാതെ തന്നെ പഠനത്തിനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സന്തുഷ്ടിയും സമാധാനവുമുള്ള ജീവിതം നയിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പല പ്രകാരത്തിലും ബുദ്ധിമുട്ടുകളെ അതിജീവിക്കേണ്ടതായ സാധ്യത കാണുന്നു. ബന്ധുമിത്രാദികളിൽ നിന്നും അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാനും അതൃപ്തിയുള്ള വചനങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും കാര്യകാരണങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് പലപ്പോഴും ആശ്ചര്യം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ എന്ന പലപ്പോഴും തോന്നലുകൾ പോലും നമുക്ക് ഉണ്ടാകുവാനും ഇടയുണ്ട്. പലപ്പോഴും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെ കൊണ്ടും വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും ദുസ്വപ്ന ദർശനത്താൽ മനസ്സിന് ആധി വർദ്ധിക്കുവാനിടയുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാലും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടും വ്യായാമം, യോഗ, പ്രാണായാമം മുതലായവയൊക്കെ തന്നെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന വിഷയങ്ങളിൽ ഏറെക്കുറെ ഈ ജൂൺ മാസത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.